അൻവർ ഹീറോയാടാ, ഹീറോ. ഇലക്ഷൻ റിസൾട്ടിനെ പറ്റിയിട്ട് പലരും തള്ളിമറിക്കുന്നതാണ്. ഒന്ന് ഗോവിന്ദൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം അതിനെ താത്വികമായിട്ട് വിശകലനം ചെയ്ത് CPM ആണ് ജയിച്ചത് എന്ന് സമർത്ഥിച്ചു. കാര്യം അത് ജോലിയാണല്ലോ. ഇപ്പം 40 പേര് നോക്കി നിന്ന കൊലപാതകത്തിൻ്റെ പ്രതിയാണെങ്കിലും പ്രതിയൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത് പ്രതിഭാഗം വക്കീലിൻ്റെ ജോലിയാണ്. അത് സമ്മതിച്ചു, കേട്ടു. അടുത്ത ഏറ്റവും വലിയ തള്ളിമറിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ്റെയാണ്, VD സതീശൻ. അദ്ദേഹം തള്ളിമറിച്ചു, ഇത് ടീം വിജയമാണ്, ടീമിൻ്റെ വിജയമാണ്. അത് നമുക്ക് കേൾക്കാൻ ഇത്തിരി പാടാണ്. ഈ ടീമിൻ്റെ വിജയം എന്ന് സതീശൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം പോൾ ചെയ്തത് ആകെ 1,73,000 വോട്ടാണ്. 21 പോൾ ചെയ്തത് 1,73,205 വോട്ടാണ്. ഈ വർഷം പോൾ ചെയ്തത് 1,75,989 വോട്ടാണ്. ഏകദേശം 1,500ഓളം 2,000ഓളം വോട്ടിൻ്റെ വോട്ട് കൂടി. ശതമാനം കണക്ക് വെച്ച് നമുക്ക് കളിക്കണ്ട, ശതമാനം വേണ്ട, എത്ര വോട്ട് ചെയ്തു എന്നുള്ളത് മാത്രം ആ കണക്ക് പറഞ്ഞാൽ മതി. ഈ കള്ളക്കളികൾ, നമുക്ക് കണക്കിൻ്റെ കള്ളക്കളികളൊന്നും നമ്മളെ പഠിപ്പിക്കണ്ട. ഏകദേശം 2,000ഓളം വോട്ട് ഈ മണ്ഡലത്തിൽ ഇത്തവണ പോൾ ചെയ്തത് കൂടി. അതിനകത്ത് വേറെ സംശയമൊന്നും വേണ്ട. ഈ 2,000 വോട്ട് കൂടിയപ്പോഴത്തേക്ക് നമ്മളെ ആര്യാടൻ ഷൗക്കത്ത് ജിയുടെ വോട്ട് 77,737. പെർസെൻറ്റേജ് കണക്ക് നോക്കുകയാണെങ്കിൽ 44.17%. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷന് 45.34% വോട്ടും 78,527 വോട്ടുമാണ് കോൺഗ്രസിന് ലഭിച്ചത്. അപ്പോൾ ഒരു മണ്ഡലത്തിൽ വോട്ട് 2,000 കൂടിയപ്പോഴത്തേക്ക് കോൺഗ്രസിന് കുറഞ്ഞത് 2,000 കുറഞ്ഞു. അപ്പം മൊത്തം എത്ര നഷ്ടം വന്നു? 4,000ഓളം വോട്ട് കുറഞ്ഞു. ഈ 4 വർഷത്തെ പിണറായി ഭരണത്തിനെതിരായിട്ട് അൻവറിന്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിട്ട് വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ട് കോൺഗ്രസിന് 1 വോട്ട് കൂടുതൽ കിട്ടിയില്ല? എന്തുകൊണ്ട് 1000 വോട്ട് കുറഞ്ഞു? സതീശൻ ഉത്തരം പറയണം. KPCC പ്രസിഡന്റായിരുന്ന ശ്രീ സുധാകരൻ അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കൊക്കെ അൻവറിനെ പുറത്ത് തള്ളിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ജയിച്ചു കളയാന്ന് വിചാരിച്ചുകൊണ്ട് നടന്ന ആളാണ്. കഷ്ടകാലത്തിന് അൻവറിന് ഇത്തവണ മത്സരിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അൻവർ പിടിച്ച 20,000 വോട്ട് എവിടെ പോകുമായിരുന്നു? കോൺഗ്രസിന്റെ പെട്ടിയിൽ എന്തായാലും പോവില്ല. ഇവരാരും കോൺഗ്രസുമായിട്ട് ഒരു സിമ്പതി ഉള്ളവരല്ല അൻവറിന് വോട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ദയനീയമായിട്ട് സതീശൻ പരാജയപ്പെടുമായിരുന്നു. ഇതാണ് എൻ്റെ കണക്കൂട്ടല്. BJPയോ കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പിടിച്ചത് 8,595 വോട്ടാണ്. 8,595 വോട്ട്. ഇത്തവണ പിടിച്ചത് 8,648 വോട്ടാണ്. മോഡിയുടെ സ്വന്തം ഭാരതം വന്നപ്പോൾ കൂടിയത് ആകപ്പാടെ 100 വോട്ടാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയും മലയോര വിഭാഗത്തിന്റെയും മുഴുവൻ വോട്ടെടുത്ത് മറിച്ച് കളയുമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പോൾ ആദ്യമേ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു 8,000 വോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കിടന്ന് തല പുകയ്ക്കേണ്ട ആവശ്യമില്ല, അവിടെ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, വെറുതെ നമ്മുടെ സമയം പോയി 100 വോട്ടും കൂടുതൽ കിട്ടി. നിലമ്പൂർ ജയിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല BJP മത്സരിക്കാൻ ഇറങ്ങിയത്, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മത്സരിക്കാൻ ഇറങ്ങിയത്. പണ്ടാര പറഞ്ഞ പോലെ കുളിച്ചില്ലെങ്കിലും അടിവസ്ത്രം മേളിൽ ഉണക്കായിടണമെന്ന് പറഞ്ഞ പോലെ ആയി. BJPക്കാര് ചരിത്രപരമായിട്ട് കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ്. ഒരു രക്ഷയില്ലാത്തിടത്ത് മതേതരമാണെന്ന് ആൾക്കാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ 3ാം കക്ഷിയാണെന്ന് സമ്മതിക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലായിടത്തും കയറി മത്സരത്തിന് നയിക്കും. എന്നിട്ട് 8,000 വോട്ടും മേടിക്കും. നിങ്ങൾ 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല മത്സരിക്കേണ്ടത്, 3ാം മുന്നണി ഉണ്ടാക്കാനല്ല മത്സരിക്കേണ്ടത്. നിങ്ങളെല്ലാം 1ാം മുന്നണി ഉണ്ടാക്കുക. 1ാം മുന്നണി ഉണ്ടാക്കിയിട്ട് 1ാം സ്ഥാനത്തെത്താൻ നോക്ക്. ഈ 11 കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 11 മണ്ഡലങ്ങളിലാണ് BJP 1ാം സ്ഥാനത്തെത്തിയത്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങളായി. അടുത്ത അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നു, 1 വർഷം പോലും ഇല്ല. അതിനുള്ള സ്ഥാനാർത്ഥികൾ ആരെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ BJPക്ക് കേരളത്തിൽ എന്തെങ്കിലും ക്ലച്ച് പിടിക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അവസാനം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ടാണ് BJP ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയത്. പിടിച്ചതോ 100 വോട്ട്. ഏത് കൂടുതലായിട്ട് BJPയുടെ വോട്ട് പോയിട്ട് ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ട് കൂടെ കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് ആകെ 100 വോട്ടാണ്. അപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ നിന്നും BJPയിൽ നിന്ന് CPMൽ നിന്നും 15,000-ഓളം വോട്ട് പിടിച്ച്, അല്ലാതെ നിഷ്പക്ഷപതികളായ 15,000 വോട്ട് പിടിച്ച്, എനിക്ക് തോന്നുന്നത് SDPIക്കും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 3,280 വോട്ടിൽ നിന്ന് ഇത്തവണ നമുക്ക് കിട്ടിയത് 2,000 വോട്ടാണ്. അപ്പോൾ 1,800-ഓളം വോട്ട് SDPയുടെ വോട്ടും കൂടെ അൻവർക്ക് പിടിച്ചേക്കും. അപ്പോൾ ഒരു മണ്ഡലത്തിൽ 20,000 സ്വന്തം വോട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ വെളിയിൽ മഴയത്ത് നിർത്തിയിട്ട് ശ്രീ സതീശൻ എന്താ നേടിയത്? ഒന്നും നേടിയില്ല. വളരെ ദയനീയമായ അൻവറിന്റെ ഔദാര്യത്തിൽ കിട്ടിയ ഒരു വിജയമായിട്ട് മാത്രം ഇത് സതീശൻ കണക്കുകൂട്ടിയാൽ മതി. നന്ദി, നമസ്കാരം.